September 24 ഫൗണ്ടേഷൻ എക്സാംസിൻ്റെ ലോൻ്റെ RTPയുടെ റിവിഷൻ സീരീസാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഇത് പാർട്ട് 2 ആണ്. പാർട്ട് 1 നമ്മൾ കോൺട്രാക്ട് ആക്ട് ചെയ്തിരുന്നു. പാർട്ട് 2 വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട്. ആകെ കുറച്ച് ടോപ്പിക്സേ ഉള്ളൂ. ഐ തിങ്ക് ആകെ 4 ക്വസ്റ്റ്യൻസേ ഉള്ളൂ. ലെറ്റ്സ് സീ വൺ ബൈ വൺ. അപ്പോൾ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് AB Cloth House, a firm dealing with wholesale and retail buying and selling of various kinds of clothes, customized as per the requirements of customers. They dealt with silk, organdy, cotton, khadi, chiffon and many other different varieties of clothes. Mrs. Reema, customer, ഷോപ്പിക്ക് വന്നു. ഒരു സ്പെസിഫിക് ടൈപ്പ് ഓഫ് ക്ലോത്ത് സ്യൂട്ടബിൾ ഫോർ മേക്കിംഗ് എ സ്യൂട്ട് ഫോർ ഹർ ഡോട്ടേഴ്സ് ബർത്ത്ഡേ. She specifically mentioned that, okay. She required cotton silk cloth which is best suited for the purpose. The shop owner agreed and arranged the cloth pieces cut into as per the buyer's requirement. When Reema went to the tailor to get the suit stitched, she found that the seller has supplied her cotton organdy material. Cloth was not suitable for the said purpose. It was heavily starched and not suitable for making the suit for Reema's desired. Okay, അപ്പോൾ അങ്ങനെ ഏകദേശം എങ്ങോട്ടാണ് പോകണമെന്നുള്ള നമുക്ക് മനസ്സിലായി. ഇത് കുറച്ച് ഒരു പോപ്പുലർ ടൈപ്പ് റിപ്പീറ്റഡ്ലി വന്നിട്ടുള്ള ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ബയർ പോയിട്ട് സെല്ലറോട് സ്പെസിഫിക് റിക്വയർമെൻറ്റ് എന്നാണ് പറഞ്ഞിട്ടുണ്ട്. നോർമലി സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിൽ ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുമ്പോൾ ലെറ്റ് ദ ബയർ ബിവെയർ എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട്. കാവിയറ്റ് ടെംപ്റ്റർ ഫുൾ ഒന്ന് വായിച്ചു നോക്കാം. കോട്ടൺ ഓർഗാനിക് ക്ലോത്ത് ആസ് വുഡ് നോട്ട് മീറ്റ് എ റിക്വയർമെൻറ്റ്. ഷോപ്പ് ഓണർ റെഫ്യൂസ്. അപ്പോൾ ആൾ ഉദ്ദേശിച്ച പർപ്പസ് മീറ്റ് ആയില്ല, തിരിച്ചു കൊടുക്കണം പറഞ്ഞു. ഷോപ്പ് ഓണർ റെഫ്യൂസ് ചെയ്തു. സ്വാഭാവികം. On the plea that it was cut to specific requirements of Mrs. Reema and hence could not be resold. ഷോപ്പ് ഓണർ പറഞ്ഞു ഞാൻ തിരിച്ചെടുത്തിട്ടും കാര്യമില്ല, എനിക്കത് വേറെ ആൾക്ക് വിൽക്കാൻ പറ്റില്ല. വിത്ത് റെഫറൻസ് ടു ദ ഡോക്ട്രിൻ ഓഫ് കാവിയറ്റ് ടെംപ്റ്റർ, explain the duty of the buyer as well as of the seller. Also explain whether Mrs. Reema would be able to get the money back or the right kind of cloth as per the requirements. സാധനം ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ, കോൺട്രാക്ട് തിരിച്ചു കൊടുക്കാൻ പറ്റുമോ, ക്യാഷ് കിട്ടുമോ അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദിക്കണം. നോർമലി സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിൽ കാവിയറ്റ് ടെംപ്റ്റർ എന്നുള്ള കോൺസെപ്റ്റ് പറയുന്നത് ലെറ്റ് ദ ബയർ ബിവെയർ. അതിൻ്റെ ഒരുപാട് ഇംപ്ലിക്കേഷൻസ് ഉണ്ട്. ഒരു പോയിന്റ് പറയുന്നത് ബയർ വാങ്ങുന്ന പേർപ്പസിന് ഗുഡ്സ് സ്യൂട്ടബിൾ ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യൽ ബയറിൻ്റെ ഡ്യൂട്ടിയാണ്. അതൊരു ഏരിയ. സെക്കൻഡ് ഏരിയ, ഗുഡ്സിലുള്ള ഡിഫക്റ്റ് ഒന്നും സെല്ലർ സ്വയം പറയേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു സെക്കൻഡ് ഏരിയയും അതിൻ്റെ പോർഷനിൽ പറയുന്നുണ്ട്. ഇവിടെ നമുക്ക് ചെക്ക് ചെയ്യാനുള്ള പോയിന്റ്, ഈ റൂളിന് കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട് കേട്ടോ. സെയിൽ ബൈ സാമ്പിൾ, സെയിൽ ബൈ ഡിസ്ക്രിപ്ഷൻ, ബയർ സ്പെസിഫിക് ആയിട്ട് ബയറിൻ്റെ റിക്വയർമെൻറ്റ് എന്താണെന്ന് സെല്ലർ അറിയിച്ചു, എന്നിട്ട് സെല്ലർ പ്രൊഡക്റ്റ് കൊടുത്തു കഴിഞ്ഞിട്ട് അത് ആ പറഞ്ഞ പേർപ്പസിന് മീറ്റ് ആയില്ലെങ്കിൽ സാധനം ക്യാൻസൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ സ്പെസിഫിക്കലി പറയുന്നുണ്ട് മെൻഷൻ ദാറ്റ് ഷീ റിക്വയർഡ് കോട്ടൺ സിൽക്ക് ക്ലോത്ത് വിച്ച് ഇസ് ബെസ്റ്റ് സ്യൂട്ടഡ് ഫോർ ദി പേർപ്പസ്. കുട്ടീൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടാണ് സ്യൂട്ട് സ്റ്റിച്ച് ചെയ്യാനാണെന്നൊക്കെ പറഞ്ഞിരുന്നു. ലാസ്റ്റ് ടൈലർ എടുത്ത് പോയപ്പോൾ മനസ്സിലായത് കോട്ടൺ ഓർഗാൻഡി മെറ്റീരിയലാണ് കിട്ടിയതെന്നുള്ളത്, പേർപ്പസിന് സ്യൂട്ടബിൾ അല്ല എന്നുള്ളത്. ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ? യെസ് പറ്റും. എക്സെപ്ഷൻസിൽ വരുന്നത് ഇത് ക്യാൻസൽ ചെയ്യാനും പറ്റും. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാവിയറ്റ് ടെംപ്റ്റർ പ്രൊവിഷൻ പാരഗ്രാഫിൽ എന്തൊക്കെയാണ് പറയാം? ഡോക്ട്രിൻ ഓഫ് കാവിയറ്റ് ടെംപ്റ്റർ മീൻസ് ലെറ്റ് ദ ബയർ ബിവെയർ. മീനിങ് നമ്മൾ എഴുതി കൊടുത്തു. വെൻ ദ സെല്ലർ ഡിസ്പ്ലേസ് ദ ഗുഡ്സ് ഇൻ ദ ഓപ്പൺ മാർക്കറ്റ് ഇറ്റ് ഇസ് ഫോർ ദ ബയർ. ബയറിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് മേക്ക് പ്രോപ്പർ സെലക്ഷൻ ഓർ ചോയ്സ് ഓഫ് ദി ഗുഡ്സ്. ഇഫ് ദ ഗുഡ്സ് ടേൺസ് ഔട്ട് ടു ബി ഡിഫക്റ്റീവ് ഹി കനോട്ട് ഹോൾഡ് ദി സെല്ലർ ലയബിൾ. ബയറിൻ്റെ ഡ്യൂട്ടി ആണെന്നൊക്കെ ജനറൽ റൂളൊക്കെ പറഞ്ഞ് സെല്ലർ ഈസ് ഇൻ നോ വേ റെസ്പോൺസിബിൾ ഫോർ ദ ബാഡ് സെലക്ഷൻ ഓഫ് ദ ബയർ. അത് ഒരു ഏരിയ. സെക്കൻഡ് ഏരിയ, ഗുഡ്സിലുള്ള ഡിഫക്റ്റ് ഒന്നും സെല്ലർ തന്നെ സ്വയം പറയേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ കുറേ എക്സെപ്ഷൻസ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഈ പോയിന്റ്സ് എല്ലാം പറഞ്ഞതിൽ നമ്മൾ സെയിൽ ബൈ സാമ്പിൾ, സെയിൽ ബൈ ഡിസ്ക്രിപ്ഷൻ, ഇവിടെയൊക്കെ സ്പെസിഫിക് ആയിട്ട് ഡിസ്ക്രിപ്ഷൻ ഏതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സാമ്പിൾ ആസ് വെൽ ആസ് ഡിസ്ക്രിപ്ഷൻ, പ്രൊഡക്റ്റും കാണിച്ച് ഡിസ്ക്രിപ്ഷനും പറഞ്ഞ് അതിൻ്റെ വേറെ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാനുണ്ട്. ഞാനിവിടെ ഒരു November 19 6 മാർക്ക് ക്വസ്റ്റ്യൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ വേറെ വേരിയൻ്റ് ആണ്, അതുകൊണ്ടാണ് ആ ഏരിയ ഞാൻ സ്ട്രെസ് ചെയ്ത് പറയുന്നത്. അപ്പോൾ ഇവിടെ സ്പെസിഫിക് ആയിട്ട് ഡിസ്ക്രിപ്ഷൻ എന്താ വേണ്ടതെന്ന് ബയർ അറിയിച്ചിരുന്നു സെല്ലർ. അതുകൊണ്ട് ഇവിടെ കാവിയറ്റ് ടെംപ്റ്ററിൻ്റെ എക്സെപ്ഷനാണ് ആപ്ലിക്കബിൾ ആവുക, പ്രൊഡക്റ്റ് റിട്ടേൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം കാവിയറ്റ് ടെംപ്റ്റർ എന്താണെന്നുള്ളത് പറഞ്ഞ് അതിൻ്റെ എക്സെപ്ഷൻസ് എന്തൊക്കെ എന്നുള്ളത് പറഞ്ഞ്, അതായത് സെല്ലർ റെസ്പോൺസിബിൾ ആവുന്ന കേസസ്. പിന്നെ അതിൽ പറയാണ് ബേസ്ഡ് ഓൺ ദി അബോവ്. ഇനി നമ്മൾ അനാലിസിസ് കൺക്ലൂഷൻ പാർട്ടിൽ പറയുന്നത് ബേസ്ഡ് ഓൺ ദി അബോവ് പ്രൊവിഷൻ ആൻഡ് ഫാക്ട്സ് given in the question, it can be concluded that Mrs. Reema is entitled to get the money back or the right kind of cloth as required to serve her purpose. It is the duty of the seller to supply such goods as reasonably fit for the purpose mentioned by the buyer. Cancel ചെയ്യാൻ പറ്റും. ഇതിൻ്റെ വേറെ ടൈപ്പ് ക്വസ്റ്റ്യൻ November 19 വന്ന് മിസ്സസ് ഗീത ലോക്കൽ റൈസ് ആൻഡ് വീറ്റ് ഹോൾസെയിൽ ഷോപ്പ് പോയി 100 kg ബസ്മതി റൈസ് വേണം പറഞ്ഞു. ഷോപ്പ് കീപ്പർ കോട്ടഡ് പ്രൈസ് 125 rupees per kg എന്ന് പറഞ്ഞു. ആൾ എഗ്രീൻ ചെയ്തു. ഗീത ഇൻസിസ്റ്റഡ് ദാറ്റ് ഷീ വുഡ് ലൈക്ക് ടു സീ ദ സാമ്പിൾ ആസ് ടു വാട്ട് വുഡ് ബി പ്രൊവൈഡഡ് ടു ഹർ ബൈ ദ ഷോപ്പ് കീപ്പർ. സാമ്പിൾ കാണണം പറഞ്ഞു. ഷോപ്പ് കീപ്പർ ഒരു ബൗളിൽ സാമ്പിൾ കാണിച്ചു കൊടുത്തു. സാമ്പിൾ എക്സാക്ട്ലി കറസ്പോണ്ടഡ് ടു ദ എൻറ്റയർ ലോട്ട്. സാമ്പിൾ കാണിച്ചിട്ട് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ കൊടുക്കുന്ന ബൾക്കും സാമ്പിൾ മാച്ച് ആവണം എന്നുള്ള റൂളുണ്ട്. ഇവിടെ സാമ്പിളുമായിട്ട് ബൾക്ക് മാച്ച് ആയി.
സാമ്പിൾ കാണിച്ചു കൊടുത്തു, സാമ്പിളുമായിട്ട് ബൾക്ക് മാച്ചായി. നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ ഡിസ്ക്രിപ്ഷൻ ചെയ്യുന്നു, ഇവിടെ സാമ്പിളാണ്. The buyer examined the sample casually without noticing the fact that even though the sample was of basmati rice, but it contained a mix of long and short grains. basmati rice തന്നെയാണ് കൊടുത്തത്, അതിൽ ലോങ് ഷോർട്ട് ഗ്രെയിൻ മിക്സ് ഉണ്ടായിരുന്നു. കാഷ്വലിയാണ് എക്സാമിൻ ചെയ്ത്. കൊടുത്ത പ്രൊഡക്റ്റ് സാമ്പിളുമായിട്ട് മാച്ചും ആവുന്നുണ്ട്. കുക്കിനടുത്ത് കൊണ്ടുപോയിട്ട് മിസ്സസ് ഗീത അത് കൊടുത്ത്, അപ്പോൾ കുക്ക് തുറന്നു നോക്കിയപ്പോൾ ഇത് നമ്മൾ പറഞ്ഞ പേർപ്പസിന് സ്യൂട്ടബിൾ ആവില്ല എന്നൊക്കെ പറഞ്ഞ്, ക്വാളിറ്റി നമ്മൾ ഡിഷിൻ്റെ റിക്വയർമെൻറ്റ് പ്രകാരം മാച്ച് അല്ല എന്നൊക്കെ പറഞ്ഞ്, ഇനി ഗീതക്ക് ഇപ്പോൾ സെല്ലർ ഫ്രോഡ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കേസ് ഫയൽ ചെയ്യണം. പറ്റുമോ? വാട്ട് വുഡ് ബി യുവർ ആൻസർ ഇഫ് മിസ്സസ് ഗീത സ്പെസിഫൈഡ് ഹർ എക്സാക്ട് റിക്വയർമെൻറ്റ് ആസ് ടു ദ ലെങ്ത്? ഇത് കൊടുത്തിരുന്നെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ആകുമായിരുന്നു, അവിടെ ഡിസ്ക്രിപ്ഷൻ മാച്ച് ആവണം എന്നുള്ള റിക്വയർമെൻറ്റ് ഉണ്ടാകുമായിരുന്നു. ആ പോയിൻ്റാണ് ഇവിടെ വന്നത്. ഇവിടെ ഡിസ്ക്രിപ്ഷൻ സ്പെസിഫിക്കലി പറഞ്ഞിരുന്നു കോട്ടൺ സിൽക്ക് മെറ്റീരിയൽ വേണമെന്ന് പറഞ്ഞു, അത് അല്ല ഇവിടെ കിട്ടിയത്, ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഈ കേസിൽ സാമ്പിൾ കാണിച്ചു കൊടുത്തിട്ടാണ് സെയിൽ നടത്തിയത്, സാമ്പിളുമായിട്ട് മാച്ചായി ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. ഡിസ്ക്രിപ്ഷൻ പറഞ്ഞിരുന്നെങ്കിൽ, എന്നിട്ട് ആ ഡിസ്ക്രിപ്ഷൻ മാച്ച് ആയില്ലെങ്കിൽ ക്യാൻസൽ ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഇൻ ദിസ് കേസ് മിസ്സസ് ഗീത വിൽ നോട്ട് ബി സക്സസ്ഫുൾ. കാരണം ബയറിൻ്റെ ഡ്യൂട്ടിയാണ് ഇത് പ്രോപ്പർലി എക്സാമിൻ ചെയ്യണം എന്നുള്ളത്. ഗുഡ്സ് സാമ്പിളുമായിട്ട് മാച്ചുമായി. ഇൻ കേസ് മിസ്സസ് ഗീത സ്പെസിഫൈഡ് ഹർ എക്സാക്ട് റിക്വയർമെൻറ്റ് ആസ് ടു ദ ലെങ്ത്, then there is an implied condition that the goods shall correspond with the description. If it is not so, seller will be held liable. സ്പെസിഫിക് ആയിട്ട് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിരുന്നെങ്കിൽ, ലോങ് ഗ്രെയിൻ ഓഫ് റൈസ് ആണ് വേണ്ടതെന്ന് പറഞ്ഞിരുന്നെങ്കിൽ, അത് കിട്ടിയില്ലെങ്കിൽ ക്യാൻസൽ ചെയ്യാൻ പറ്റുമായിരുന്നു. സോ ദിസ് വാസ് November 19. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് നമ്മൾ സെപ്റ്റംബർ RTP ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ്, സാമുവൽ പർച്ചേസ്ഡ് a TV from Arun, seller, buyer, owner of Gada Electronics, on the condition that first 3 days he will check its quality and if satisfied he will pay for that, otherwise he will return. Sale on approval basis, section 24. On the second day, 3 ദിവസത്തിന് കൊണ്ടുപോയതാ, 3 ദിവസം നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞാൽ, ടെലിവിഷൻ വാസ് സ്പോയിൽഡ് ഡ്യൂ ടു എർത്ത് ക്വേക്ക്. സാധനം ഡിസ്ട്രോയ്ഡ് ആയിപ്പോയി. അരുൺ ആരാ? സെല്ലർ. അരുൺ ഡിമാൻഡ്സ് പ്രൈസ് ഓഫ് ദ ടെലിവിഷൻ സെറ്റ് ഫ്രം സാമുവൽ, വെദർ സാമുവൽ ഇസ് ലയബിൾ ടു പേ ദ പ്രൈസ് അണ്ടർ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട്, ഹു വിൽ അൾട്ടിമേറ്റ്ലി ബെയർ ദ ലോസ്. നൗ ഗുഡ്സ് ആൻഡ് ഓൺ അപ്രൂവൽ ബേസിസിൽ സെയിൽ എപ്പോഴേക്കേ കൺക്ലൂഡ് ആവും എന്നുള്ള കുറച്ച് കണ്ടീഷൻസ് പറയുന്നുണ്ട്. ഒന്ന്, ബയർ തന്നെ ഇൻഫോം ചെയ്തു സെല്ലറിന്, അയാളെ വേർഡ്സിലൂടെ അല്ലെങ്കിൽ ആക്ഷനിലൂടെ അയാളത് അപ്രൂവ് ചെയ്യണം, സെയിൽ അപ്രൂവ് ചെയ്യണമെന്ന് ഇൻഫോം ചെയ്തു. അല്ലെങ്കിൽ റീസണബിൾ പീരീഡിനേക്കാളും കൂടുതൽ ബയർ റീറ്റെയിൻ ചെയ്തു, പ്രൊഡക്റ്റ് തിരിച്ചു കൊടുക്കാതെ. ഇങ്ങനത്തെ കുറച്ച് കേസസ് ഒക്കെ പറയുന്നുണ്ട്, വെർബൈ അത് സെയിലായിട്ട് ട്രീറ്റ് ചെയ്യുക എന്നുള്ളത്. ഇവിടെ സംഭവിച്ചെന്താ? ഗുഡ്സ് ഡിസ്ട്രോയിഡ് ആയി. എർത്ത് ക്വേക്ക് സംഭവിച്ചു, ഗുഡ്സ് ഡിസ്ട്രോയിഡ് ആയി. നൗ അഗെയിൻ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിൽ ഒരു സെക്ഷൻ 7, സെക്ഷൻ 8 രണ്ട് ടോപ്പിക് ഉണ്ടായിരുന്നു. ഗുഡ്സ് പെറിഷിങ്. ഒന്ന്, കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യണ മുന്നേ തന്നെ ഗുഡ്സ് ഡിസ്ട്രോയിഡ് ആവുക. രണ്ട്, കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് ഗുഡ്സ് ഡിസ്ട്രോയിഡ് ആവുക. ഏത്? എഗ്രിമെൻറ്റ് ടു സെയിലിൽ എൻ്റർ ചെയ്തു, സെയിൽ നടന്നിട്ടില്ല, അതിൻ്റെ ഇടയിൽ ഗുഡ്സ് ഡിസ്ട്രോയിഡ് ആയാൽ, സെല്ലറിൻ്റെ ബയറിൻ്റെ ഫോൾട്ട് ഇല്ലാതെ ഗുഡ്സ് ഡിസ്ട്രോയിഡ് ആയാൽ കോൺട്രാക്ട് ബിക്കംസ് വോയിഡ് എന്ന് സെക്ഷൻ 8 പറയുന്നുണ്ട്. ഒരു കോൺട്രാക്ട് വോയിഡായി, ഇനി അത് സെയിൽ പോസിബിൾ ആവില്ല. കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഡിസ്ട്രോയിഡ് ആയാൽ കോൺട്രാക്ട് ഈസ് വോയിഡ് എന്ന് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിൽ പറയുന്നുണ്ട്. ഈസ് വോയിഡ്, ബിക്കംസ് വോയിഡ്, രണ്ടും വോയിഡാണ്. അത് കോൺട്രാക്ട് ആക്ടിലുള്ള പോലെ തന്നെ വോയിഡ് തന്നെ എവിടെയും പറയുന്നത്. വേർഡിങ്സ് ആർ ഈസ് വോയിഡ്, ബിക്കംസ് വോയിഡ്. ഓൾറെഡി ഡിസ്ട്രോയിഡ് ആയിട്ടുള്ള ഗുഡ്സ്, ഞാൻ നിങ്ങൾക്ക് എൻ്റെ കാർ വിൽക്കുകയാണ്, നമ്മൾ തമ്മിൽ ഇവിടെ എന്താണ് ഡിസ്കഷൻസ് എല്ലാം നടത്തി, ഷേക്കാനൊക്കെ നടത്തി, കാർ ഓൾറെഡി അവിടെ ഡിസ്ട്രോയിഡ് ആയിരുന്നു, അല്ലെങ്കിൽ കള്ളം കൊണ്ടുവരുന്നു, സാധനമല്ല, ആ കോൺട്രാക്ട് വോയിഡാണ്, ഈസ് വോയിഡ്, സ്റ്റാർട്ടിങ് തൊട്ടേ വോയിഡ്. നമ്മൾ എഗ്രിമെൻറ്റ് സെയിലിൽ എൻ്റർ ചെയ്തു, ഞങ്ങൾക്ക് കാർ വിൽക്കാമെന്ന് പറഞ്ഞു, അപ്പോൾ കാർ ഉണ്ടായിരുന്നു അവിടെ, ബട്ട് സെയിൽ നടക്കേണ്ട മുന്നേ അത് ഡിസ്ട്രോയിഡ് ആയി, ബിക്കംസ് വോയിഡ്. അപ്പോൾ ഈ കേസിൽ വാട്ട് വിൽ ഹാപ്പൻ? ഇവിടെ ബയറിൻ്റെ സെല്ലറിൻ്റെ ഫോൾട്ട് ഒന്നുമില്ല, എർത്ത് ഡിസ്ട്രോയിഡ് ആയതാണ്, കോൺട്രാക്ട് വോയിഡ് ആയത്. സാമുവൽ ഇസ് ലയബിൾ ടു പേ ദ പ്രൈസ് എന്നൊക്കെ, വെദർ ബയർ ലയബിൾ ആവോ? ആൻസർ ഇസ് നോ, ലയബിൾ ആവില്ല. ഓണർഷിപ്പ് ട്രാൻസ്ഫേർഡ് ആയിട്ടില്ല, അതുകൊണ്ട് തന്നെ ലോസ് ബെയർ ചെയ്യുക സെല്ലറാണ്. സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിലെ നോർമൽ റൂളാണ് റിസ്ക് ട്രാൻസ്ഫേഴ്സ് വിത്ത് ഓണർഷിപ്പ്. ആരാണോ ഓണർ അവരുടെയാണ് ലോസ്. അപ്പോൾ സെക്ഷൻ 24 പ്രകാരം when the goods are delivered to the buyer on approval basis അല്ലെങ്കിൽ സെയിൽ ഓൺ റിട്ടേൺ ബേസിസ്, പ്രോപ്പർട്ടി പാസസ്, പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിൽ ഓണർഷിപ്പ് എപ്പോഴാണ് പാസ്സാവുക? ഹി സിഗ്നിഫൈസ് ദി അപ്രൂവൽ, ഇതൊക്കെയാണ് കീവേഡ്സ് കേട്ടോ, ഓഫ് അക്സെപ്റ്റൻസ്. വെദർ ഹി ഡസ് എനി ആക്ട് അഡോപ്റ്റിംഗ് ദ ട്രാൻസാക്ഷൻ, ഒന്നുകിൽ അയാൾ പറഞ്ഞു ഞാൻ അക്സെപ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ എൻ്റെ ആക്ഷനിലൂടെ ഞാനത് അഡോപ്റ്റ് ചെയ്തു. ഓർ ഹി ഡസ് നോട്ട് സിഗ്നിഫൈസ് അപ്രൂവൽ ഓർ അക്സെപ്റ്റൻസ് ബട്ട് റീറ്റെയിൻസ് ദ ഗുഡ്സ് ബിയോണ്ട് റീസണബിൾ ടൈം, റീസണബിൾ പീരീഡിനേക്കാൾ കൂടുതൽ ഞാനത് റീറ്റെയിൻ ചെയ്തു. ഈ കേസസിൽ സെയിൽ നടന്നതായിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യാം. പിന്നെ സെക്ഷൻ 8, സെക്ഷൻ നമ്പേഴ്സ് കമ്പൽസറിയാ? സെക്ഷൻ നമ്പേഴ്സ് കമ്പൽസറി അല്ല. ആസ് പെർ റെലവൻറ്റ് പ്രൊവിഷൻസ് ഓഫ് ആക്ടിൻ്റെ പേര് എഴുതി കൊടുത്താൽ മതി. ദ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് 1930, ആക്ടിൻ്റെ പേര് കമ്പൽസറിയാണ്, ഇയറും എഴുതുക. വേർ ദർ ഇസ് ആൻ എഗ്രിമെൻറ്റ് ടു സെൽ സ്പെസിഫിക് ഗുഡ്സ് and subsequently the goods without any fault on the part of the seller or the buyer perish, destroyed or become so damaged as no longer to answer their description,
in the agreement before the risk passes. Before the risk passes പറഞ്ഞാൽ സെയിൽ, റിസ്ക് എപ്പോഴാണ് പാസ്സാവുക? സെയിൽ നടക്കുമ്പോൾ. സെയിൽ നടക്കുന്നതിന് മുന്നേ ഗുഡ്സ് ഡിസ്ട്രോയിഡ് ആയാൽ എഗ്രിമെൻറ്റ് ഈസ് ദെയർ ബൈ അവോയ്ഡഡ്. സാമുവൽ പർച്ചേസസ് ടി വി ഫ്രം അരുൺ, ഇതൊക്കെ എന്താ ഫാക്ട് പാരഗ്രാഫാണ്, ക്വസ്റ്റ്യനിലെ സെയിം സാധനം. ഇനി കൺക്ലൂഷൻ എഴുതാണ്, അനാലിസിസ് കൺക്ലൂഷൻ. മേലെ പറഞ്ഞ പ്രൊവിഷനും ഫാക്റ്റും പ്രകാരം പ്രോപ്പർട്ടി ഹാസ് നോട്ട് ബീൻ പാസ് ടു സാമുവൽ, that is a buyer, as no condition of section 24 is satisfied, hence the risk is not passed to the buyer, agreement is therefore avoided, Samuel is not liable to pay, the loss finally should be borne by seller, owner ആണ് loss. Suraj, I think this is the second last question, series കഴിയാനായി. Suraj sold his car to Sohan, seller, buyer, 1,75,000. After inspection and satisfaction, Sohan paid. അപ്പോൾ ഇൻസ്പെക്ഷനൊക്കെ നടത്തി സാറ്റിസ്ഫൈഡ് ആയി, ബയർ 75,000 കൊടുത്തു. സൂരജ് സോൾഡ് ഹിസ് കാർ ടു സോഹൻ, വിറ്റു കേട്ടോ, കാർ സെയിൽ ചെയ്തു, 75,000 കൊടുത്ത് പൊസഷൻ എടുത്ത്, ആൻഡ് പ്രോമിസ് ടു പേ ദ റിമൈനിങ് എമൗണ്ട് വിതിൻ 1 month. 1,75,000 വാങ്ങി, 75 ഇപ്പം തന്നെ അഡ്വാൻസ് ആയിട്ട് കൊടുത്തു, 1 lakh ഒരു മാസത്തിനുള്ളിൽ കൊടുക്കാമെന്ന് പറഞ്ഞു. Later on, Sohan refused to give the remaining amount on the grounds that car was not in good condition. Advised Suraj as to what remedies available to him against Sohan. സൂരജിന് സോഹനെതിരെ എന്തൊക്കെ റെമഡി ഉണ്ട് എന്നുള്ളത് ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ? ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ സെയിൽ നടന്നു എന്നാണ് പറഞ്ഞത്. ഇൻസ്പെക്ഷനൊക്കെ ചെയ്ത് സാധനം എടുത്ത് കുറച്ച് എമൗണ്ട് തരാൻ പെൻഡിങ്ങുള്ളൂ, അതൊരു മാസത്തിൽ തരാമെന്ന് പറഞ്ഞു. ഇപ്പോൾ കാർ നല്ല കണ്ടീഷനിലല്ല എന്ന് പറഞ്ഞിട്ട് ഇയാൾ ക്യാൻസൽ ചെയ്യാൻ നോക്കുകയാണ്. സെല്ലർ എന്തൊക്കെ റെമഡീസ് ഉണ്ട്? സെല്ലറിന് അൺപെയ്ഡ് സെല്ലർ എന്നുള്ള ടോപ്പിക്കിൽ ലീനു സ്റ്റോപ്പേജ് ആൻഡ് ട്രാൻസ്ഫർ ഒക്കെ ഇവിടെ പോയി, കാരണം പൊസഷൻ ഓൾറെഡി പോയി കഴിഞ്ഞു. ഇനി എന്തൊക്കെയാണ്? നിങ്ങൾക്ക് അമൗണ്ടിന് വേണ്ടി കേസ് ഫയൽ ചെയ്യാം, ക്യാഷ് കിട്ടാൻ വേണ്ടി കേസ് ഫയൽ ചെയ്യാം. അത് എത്ര ഡിലേ സംഭവിക്കണോ അത്രയും പീരീഡിനാണ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റും ക്ലെയിം ചെയ്യാൻ പറ്റും. ഇതൊക്കെ നമ്മൾ അൺപെയ്ഡ് സെല്ലർ എന്നുള്ള യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്ന പ്രൊവിഷൻസ് ആണ്. അൺപെയ്ഡ് സെല്ലർ ഹാസ് എ റൈറ്റ് ടു ഇൻസ്റ്റിറ്റ്യൂട്ട് എ സ്യൂട്ട് ഫോർ പ്രൈസ്. അൺപെയ്ഡ് സെല്ലർ ആണ് ഈ വേർഡ്സ് ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ. സ്യൂ ഫോർ പ്രൈസ്. പിന്നെ എന്താണ് പ്രൊവിഷൻ പറയണത് എന്നുള്ളത്? കോൺട്രാക്ട് ഓഫ് സെയിൽ, ദ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഓണർഷിപ്പ് ഹാസ് പാസ് ടു ദ ബയർ ആൻഡ് ദ ബയർ റോങ്ഫുള്ളി നെഗ്ലെക്ട്സ് ഓർ റെഫ്യൂസസ് ടു പേ ദ പ്രൈസ്, സെല്ലർ മേ സ്യൂ ഹിം ഫോർ ദ പ്രൈസ്. കേസ് ഫയൽ ചെയ്യാം. പിന്നെ സെക്കൻഡ് പാരഗ്രാഫിലും അതിന് വലിയ റിലവൻസ് ഇല്ല. അവിടെ പറഞ്ഞത് വെച്ചാൽ അണ്ടർ എ കോൺട്രാക്ട് ഓഫ് സെയിൽ ദ പ്രൈസ് ഈസ് പേയബിൾ ഓൺ എ സർട്ടൻ ഡേ. ഇത് കണ്ടീഷൻ കേട്ടോ, ക്യാഷ് എടുത്ത് പെർട്ടിക്കുലർ ഡേയിൽ കൊടുക്കാമെന്ന് പറഞ്ഞു. ഇറസ്പെക്റ്റീവ് ഓഫ് ദ ഡെലിവറി ആൻഡ് ദ ബയർ റോങ്ഫുള്ളി നെഗ്ലെക്ട്സ് ഓർ റെഫ്യൂസസ് ടു പേ, സെല്ലർ മേ സ്യൂ ഹിം ഫോർ ദ പ്രൈസ്. ഡെലിവറി നടന്നോ നടന്നില്ലെങ്കിൽ ഇറലവൻ്റ് ആണ്. ഒരു പെർട്ടിക്കുലർ ഡേറ്റിൽ ക്യാഷ് കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൊടുക്കാൻ ലയബിളാണ് ബയർ, കൊടുത്തില്ലെങ്കിൽ സെല്ലറിന് കേസും ഫയൽ ചെയ്യാം. ഇറ്റ് മേക്സ് നോ ഡിഫറൻസ് ഈവൻ ഇഫ് ദ പ്രോപ്പർട്ടി ഇൻ ദ ഗുഡ്സ് ഹാസ് നോട്ട് പാസ്ഡ് ആൻഡ് ദ ഗുഡ്സ് ഹാസ് നോട്ട് ബീൻ അപ്രോപ്രിയേറ്റഡ്. ഓണർഷിപ്പ് ട്രാൻസ്ഫർ ആയോ ട്രാൻസ്ഫർ ആയാലും ഇറലവൻ്റ് ആണ്. അസ്യൂം ക്യാഷ് അടുത്ത ആഴ്ച നിങ്ങൾ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞു, ഓണർഷിപ്പ് ഞാൻ നിങ്ങൾക്ക് അടുത്ത മാസം തരാമെന്നാണ് പറഞ്ഞിരുന്നത്. ഓണർഷിപ്പ് തന്നോ തന്നില്ലെന്നൊന്നും നോക്കണ്ട, ക്യാഷ് തരാമെന്ന് പറഞ്ഞ ഡേറ്റിൽ തന്നില്ലെങ്കിൽ സെല്ലറിന് കേസ് ഫയൽ ചെയ്യാം. ദിസ് പ്രോബ്ലം ഈസ് ബേസ്ഡ് ഓൺ ദി അബവ് പ്രൊവിഷൻ. സൂരജ് വിൽ സക്സീഡ് അഗൈൻസ്റ്റ് സോഹൻ ഫോർ റിക്കവറി ഓഫ് ദ റിമൈനിങ് എമൗണ്ട്. പിന്നെ എന്തൊക്കെ? നിങ്ങൾക്ക് ഇൻട്രസ്റ്റും ക്ലെയിം ചെയ്യുക, റിമൈനിങ് എമൗണ്ടിന് സ്യൂട്ട് കഴിഞ്ഞ് ഫൈനൽ ജഡ്ജ്മെൻറ്റ് വന്ന് പൈസ കിട്ടുന്ന വരെയുള്ള ഡേറ്റ് വരെയുള്ള നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ക്ലെയിം ചെയ്യുക. കേസിൻ്റെ സ്യൂ ചെയ്തതിൻ്റെ എക്സ്പെൻസും നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. ആകാശ് പർച്ചേസ്ഡ് 100 kg. ഇപ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ ഫുള്ള് കേസ് സ്റ്റഡിയാണ് RTP സെയിൽ ഫുഡ്സ് ആക്ട്. ആകാശ് പർച്ചേസ്ഡ് 100 kg of wheat from Bhaskar at 80 per kg. Bhaskar says that the wheat is in his warehouse in the custody of Kishore. അപ്പോൾ ഭാസ്കർ സെല്ലർ, ആകാശ് ബയർ, വീറ്റാണ് വിറ്റത്, വീറ്റ് വെയർഹൗസിലുള്ളത്, വെയർഹൗസ് കീപ്പർ കിഷോർ. Kishore confirmed to Akash that he can take delivery of the wheat for him and till then he is holding the wheat on behalf of Akash. കിഷോർ ആകാശിനെ വിളിച്ച് പറഞ്ഞ്, ഇയാളെ വിളിച്ച് അറിയിച്ചു, ഞാൻ നിങ്ങളെ ബിഹാഫിൽ ഗുഡ്സ് ഹോൾഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഡെലിവറി എടുക്കാം, നിങ്ങൾ ഡെലിവറി എടുക്കുന്ന വരെ ഞാൻ നിങ്ങളുടെ ബിഹാഫിലാണ് ഹോൾഡ് ചെയ്യുന്നത്. നോ വാട്ട് ഇസ് ദിസ്? സെയിൽ ഓഫ് ഫുഡ്സ് ആക്ടിൽ ഡെലിവറി എന്നുള്ള ടോപ്പിക് ഉണ്ട്. ഡെലിവറിയിൽ നമുക്ക് ആക്ച്വൽ ഉണ്ട്, സിംബോളിക് ഉണ്ട്, കൺസ്ട്രക്റ്റീവ് ഉണ്ട്. ആക്ച്വൽ എന്ന് പറഞ്ഞാൽ ഫിസിക്കലി ഗുഡ്സ് സെല്ലർ അടുത്ത് ബയർ അടുത്തേക്ക് ട്രാൻസ്ഫർ ആവുക. സിംബോളിക് എന്ന് പറഞ്ഞാൽ ഗുഡ്സിനെ സിംബോളൈസ് ചെയ്യുന്ന എന്തെങ്കിലും സാധനം. ഗുഡ്സിന് ഞങ്ങൾക്ക് ഡോക്യുമെൻ്റ് ഓഫ് ടൈറ്റിൽ തരികയാണ്. ഗുഡ്സ് മുംബൈയിൽ നിന്ന് വന്നു കൊടുക്കുകയാണ് കേരളത്തേക്ക്. മുംബൈയിലുള്ള സെല്ലർ ബയറിന് ഡോക്യുമെൻ്റ് ഓഫ് ടൈറ്റിൽ അയച്ചു കൊടുത്ത്, അത് സിംബോളിക് ഡെലിവറി. ഇനി ബയറിന് ആ ഡോക്യുമെൻ്റ് ഓഫ് ടൈറ്റിൽ വെച്ചിട്ട് വിൽക്കാൻ പറ്റും. കൺസ്ട്രക്റ്റീവ് ഡെലിവറി ജസ്റ്റ് ഒരു അക്നോളജ്മെൻറ്റിലൂടെ ഗോഡൗൺ കീപ്പർ ബയറിനെ വിളിച്ച് അറിയിക്കുകയാണ്, നിങ്ങളെ ബിഹാഫിൽ ഞാൻ ഗുഡ്സ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. അത് പറഞ്ഞോട് കൂടി ഓണർഷിപ്പ് ട്രാൻസ്ഫർഡ് ആയി. ഇനി സബ്സിക്വൻ്റ്ലി ഗോഡൗണിൽ തീ പിടിക്കുക, സാധനം ഡിസ്ട്രോയിഡ് ആവുക, എന്തെങ്കിലും സംഭവിച്ചാൽ ബയറിൻ്റെ ലോസാണ്. ബിക്കോസ് റിസ്ക് ട്രാൻസ്ഫേഴ്സ് വിത്ത് ഓണർഷിപ്പ്. ബിഫോർ ആകാശ് പിക്സ് ദ ഗുഡ്സ് ഫ്രം ദ വെയർഹൗസ്, ദ ഹോൾ ഓഫ് ദ വീറ്റ് ഇൻ ദ വെയർഹൗസ് ഹാസ് ഫ്ലോഡ് ഇൻ ഫ്ലഡ്. ഓക്കെ, വെള്ളപ്പൊക്കം ഉണ്ടായി, സാധനം ഫുള്ള് പോയി, ഗുഡ്സ് പോയി. Now Akash wants a price on the contention that no delivery has been done by the seller. ആകാശിന് ക്യാഷ് തിരിച്ചു വേണമെന്ന് പറഞ്ഞു. അപ്പോൾ പൈസ കൊടുത്തിരുന്നോ?
Okay, whatever. Once is price on the contention that no delivery has been done by the seller, whether Akash is right under Sale of Goods Act. Akash right ഒന്നുമല്ല, കിട്ടൂല, ഓണർഷിപ്പ് ട്രാൻസ്ഫേർഡ് ആയി, റിസ്ക് ആയതാണ്. As per provisions of Sale of Goods Act, there are three modes of delivery: actual, constructive, symbolic. When the delivery is affected without any change in the custody or actual possession, it is called custody delivery. Custody delivery യിൽ acknowledgement ഉള്ളൂ, കസ്റ്റഡി മാറുന്നില്ല. Or it is also known as delivery by acknowledgement. സ്റ്റേറ്റ്മെൻറ്റ് പറയാണ്, കിഷോർ ആ ഗോഡൗൺ കീപ്പർ അറിയിക്കാണ് ബയർ നിങ്ങളെ ബിഹാഫിനെ കുറിച്ച് ഹോൾഡ് ചെയ്യുന്നുണ്ടെന്നുള്ളത്. കൺസിഡർ ഡെലിവറി ടേക്സ് പ്ലേസ് വെൻ എ പേഴ്സൺ ഇൻ ദ പൊസിഷൻ ഓഫ് ദ ഗുഡ്സ് ബിലോങ്ങിങ് ടു ദ സെല്ലർ അക്നോളജസ് ടു ദ ബയർ ദാറ്റ് ഈസ് ഹോൾഡിംഗ് ദ ഗുഡ്സ് ഓൺ ബയേഴ്സ് ബിഹാഫ്. അതുപോലെ സ്പെസിഫിക്കലി നടന്നു കേട്ടോ. കിഷോർ കൺഫേം ടു ആകാശ് ദാറ്റ് ഹി ക്യാൻ ടേക്ക് ഡെലിവറി ആൻഡ് ടിൽ ദെൻ ഹി ഈസ് ഹോൾഡിംഗ് ദ വീറ്റ് ഓൺ ആകാശ് ബിഹാഫ് എന്ന് സ്പെസിഫിക്കലി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മേലെ പറഞ്ഞ പ്രൊവിഷൻസിനൊക്കെ ബേസിസിൽ ഇറ്റ് ഇസ് ക്ലിയർ ദാറ്റ് പൊസഷൻ ഓഫ് ദ വീറ്റ് ഹാസ് ബീൻ ട്രാൻസ്ഫേർഡ് ത്രൂ കൺസ്ട്രക്റ്റീവ് ഡെലിവറി. ഹെൻസ് ആകാശ് ഇസ് നോട്ട് റൈറ്റ്, ഹി cannot claim the price back. That's it. This was all about സെപ്റ്റംബർ സീരീസിലെ ഫൗണ്ടേഷൻ ലോ RTP. അതിൻ്റെ കൂടെ നമ്മൾ നവംബർ 19 6 മാർക്ക് ക്വസ്റ്റ്യൻസുമായിട്ട് കണക്റ്റഡ് ഒരു ക്വസ്റ്റൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. 5 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത്. ഡു യുവർ ബെസ്റ്റ്. ഞാൻ ബാക്കിയുള്ള റിമൈനിങ് പാർട്സിൻ്റെ പാർട്ട് 1 കോൺട്രാക്ട് ആക്ടിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യാം. ഇതേപോലെ തന്നെ ജൂൺ എക്സാമിൻ്റെ എല്ലാ ടോപ്പിക്കിൻ്റെയും RTP സീരീസിൻ്റെ റിവിഷൻ്റെ വീഡിയോസ് ഞാനിവിടെ ലിങ്കിൽ പ്രൊവൈഡ് ചെയ്യാം. ആൻഡ് എൻ്റെ ഒരു ഡൗട്ട് ക്ലിയറിംഗ് കമ്മ്യൂണിറ്റി ഉണ്ട്. അതിൽ എൻ്റെ സ്റ്റുഡൻസും നോൺ സ്റ്റുഡൻസും ഒക്കെ ചോദിക്കുന്ന ഡൗട്ട്സ് ഞാൻ അതിൽ ക്ലിയർ ചെയ്യാറുണ്ട്. ടോപ്പിക് ബേസിസിൽ തന്നെ ഓരോ ടോപ്പിക് മെൻഷനിൽ ക്ലിയർ ചെയ്യാറുണ്ട്. ഇഫ് യു ഹാവൻ ജോയിൻ ദ ഗ്രൂപ്പ്, ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ പ്രൊവൈഡ് ചെയ്യാം. ബൈ.